ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന 4 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. ഈ 4 ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെ ഭിത്തികളെല്ലാം ഫുള്ള് വരച്ച് വയ്ക്കും. അതായത് ഒന്നുകിൽ പെൻസിൽ വെച്ചോ പേന വെച്ചോ നമ്മൾ എത്ര പറഞ്ഞാലും അവർ ആ ഭിത്തിയിൽ വരച്ച് വയ്ക്കും. നമ്മളിപ്പോൾ വഴക്ക് പറയുകയാണെങ്കിൽ അന്നേരം മാറിയാലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ചെന്ന് വീണ്ടും വരച്ച് വയ്ക്കും. നമ്മളത് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഭിത്തിയിലെ പെയിൻറ് പോയാലും ആ വരച്ച് വെച്ചിരിക്കുന്ന പോകത്തില്ല. ഇങ്ങനെയുള്ള പേന വര പെൻസിൽ വരെയൊക്കെ പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. അതിനാദ്യം വേണ്ടത് കുറച്ച് കോൾഗേറ്റ് വേണ്ടേ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് എത്രയാണോ വരച്ച് വെച്ചിരിക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി. ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കണം, കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച്. എന്നിട്ട് കുറച്ച് പേസ്റ്റ് കോൾഗേറ്റ്, അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു പഴയ ബ്രഷ്, നമ്മൾ യൂസ് ചെയ്ത് കളഞ്ഞൊരു ബ്രഷാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ ബ്രഷുകൾ വലിച്ചെറിയാതെ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ നമുക്ക് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങനെ പിന്നെ അതുപോലെ ഈ സിങ്കിൻ്റെയൊക്കെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ചെറിയ ബ്രഷുകൾ വെച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഭിത്തിയിലുള്ള വരയാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. നന്നായിട്ട് പോവും കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇല്ലേ, ഇത് മിക്സ് ഒന്ന് ആ ബ്രഷിലെടുത്തിട്ട് പതിയെ ഒന്നിങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതി. ഇപ്പം തന്നെ പോകുന്നുണ്ടല്ലേ. പേന വരെയാണെങ്കിലും ഒക്കെ നന്നായിട്ട് പോവും. അതുപോലെ ഈ വര മാത്രമല്ല, ഇപ്പം മിക്ക വീടുകളിലും അഴുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് ഭാഗം, നമ്മളെപ്പോഴും കോണ്ടാക്ട് വരുന്ന ഭാഗമുണ്ട്. സ്വിച്ച് ബോർഡ്, നമ്മുടെ കൈ പറ്റുന്നിടമൊക്കെ അവിടെയൊക്കെ നല്ല അഴുക്കാവും. ആ ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ്, അതായത് നമ്മുടെ ഈ കോൾഗേറ്റും വിനാഗിരിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചൊന്നാക്കിയിട്ട് ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ക്ലീൻ ആവും. ഉണ്ടല്ലേ, കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരു പാട് പോലും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഈ ഭിത്തിയിൽ അഴുക്കുകൾ, എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. 100% ഇത് പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കസേര ഇങ്ങനെ ചേർത്ത്, കുട്ടികൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, ഭിത്തിയോട് ചേർത്തിട്ടേ അവരിയ്ക്കുകയുള്ളൂ. നമ്മൾ എത്ര മാറ്റിയിട്ടാലും വീണ്ടും അവർ കസേര വെച്ചിരിക്കുമ്പം അതും ഭിത്തിയോട് ചേർത്തിട്ടിരിക്കും. അങ്ങനെ കസേര ചേർന്ന് കിടന്ന് ഭിത്തിയിൽ വീണ പാടായത്. ആ പാട് നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് തേച്ച് കൊടുത്താൽ പോവും. നല്ല രീതിയിൽ ഒരുവിധം എല്ലാ അഴുക്കും പോവും. പേന കൊണ്ടുള്ളത് പോലും പോവും. ആണ്ടാ, അതുപോലെ ആക്കി എടുത്തിട്ട് തുടച്ചെടുക്കണമെന്ന്. നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഉള്ള ഈ പാടുകളെന്ന് വെച്ചാൽ അതാ ഭിത്തിയിൽ കസേര ഞെരുങ്ങി വീണ പാടുകളാണ് പെയിൻറ്റിൻ്റെ. അല്ലാതെ അഴുക്കെല്ലാം കംപ്ലീറ്റ് പോയി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചിരവയുണ്ടല്ലോ, ചിരവയ്ക്ക് മൂർച്ച പോകുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളിപ്പോൾ തേങ്ങ ചിരവാൻ എടുക്കുമ്പോഴേക്കായിരിക്കും അതിന് മൂർച്ചയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അങ്ങനെയുള്ള ചിരവകൾക്ക് മൂർച്ച കൂട്ടാനുള്ളൊരു ടിപ്പാണ്. എല്ലാ വീടുകളിലും ഈ ഒരു സംഭവം കാണും, ഇടികല്ലിപ്പം. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് വെച്ചൊന്ന് ഇങ്ങനെ ഇതായി കൊടുത്താൽ മതി, രായി കൊടുത്താൽ മതി. അതിൻ്റെ പല്ലിന് നല്ല മൂർച്ച കിട്ടും. അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളൊരു ടിപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും യൂസ് ചെയ്യുന്നൊരു ടിപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, കിച്ചണിൽ നമ്മൾ സവാള എന്തുമാത്രം യൂസ് ചെയ്യുന്നു ഒരു ദിവസം. പ്രത്യേകിച്ച് വല്ല ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും. അല്ലെങ്കിലും എല്ലാത്തിനും നമ്മൾ സവാള എടുക്കുന്നുണ്ട്. ഈ സവാള അരിയുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണെരിഞ്ഞിട്ട് ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. ഒരു സവാള അരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സാധാരണ ഞാൻ ആദ്യമൊക്കെ കരഞ്ഞ് പിന്നെ അടുത്ത അരിയുന്ന അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് ഭയങ്കര ഈസി ഇപ്പം സവാള അരിയാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ സവാളയുടെ തൊലി ഒന്ന് കളയണം. തൊലി കളഞ്ഞിട്ട് എടുക്കാം നമുക്കിത്.
ഞാനിപ്പോൾ ഇതിപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ. സാധാരണ എനിക്ക് എല്ലാ ദിവസവും ഞാൻ എൻ്റെ പണിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. കാരണം തലേന്ന് രാത്രിയിൽ ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോകണമെങ്കിൽ ആദ്യം തലേന്ന് രാത്രിയിൽ ഈ സവാള എല്ലാം ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തലേന്ന് വെച്ചിട്ട് പിറ്റേന്നാണ് അരിയുന്നത്. ഒരു ദിവസം രാത്രി ഒന്നും വെക്കണം എന്നില്ല, നമ്മളൊരു 10-15 മിനിറ്റ് വെച്ചിരുന്നാലും മതി. കണ്ണങ്ങനെ എരിയത്തില്ല. പിന്നെ നല്ല എളുപ്പമാണ് നമുക്ക് ഈ സവാള മൊത്തം അരിഞ്ഞെടുക്കാൻ. ഇപ്പം ഞാൻ ഡെയിലി ചെയ്യുന്നൊരു ടിപ്പായിട്ടത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ട് അടുത്ത് മെഴുകുതിരി വല്ലതും കത്തിച്ച് വെച്ച് കഴിഞ്ഞാലും, നമ്മൾ ഈ സവാള അരിയുന്നതിൻ്റെ അടുത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാലും കണ്ണെരിയില്ല എന്ന്. പക്ഷെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ 2 ടിപ്സും ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഭയങ്കര ഈച്ച ശല്യമാണ്. നമ്മൾ എന്തൊക്കെ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം പോകും, പിന്നെ ഈച്ച വരും. അതാണിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിന് വേണ്ടത് ഒരു സവാളയാണ്, പിന്നെ വേണ്ടത് കുറച്ച് വേപ്പെണ്ണ, പിന്നെ കുറച്ച് കർപ്പൂരം. ഈ വേപ്പെണ്ണ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വേപ്പെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ആര്യവേപ്പ് കാണും ഉണ്ടെങ്കിൽ, അത് കുറച്ച് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് കടുകെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എണ്ണ ഒഴിച്ച് അതിലിട്ട് ചൂടാക്കി എടുക്കുന്നതാണ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിലുണ്ട്. ഇനി ഈ ടിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട നമുക്ക് ഈ ഒരു സവാളയുടെ മുകൾ ഭാഗം നമുക്കൊന്ന് ചെത്തി കൊടുക്കാം. ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച മാത്രമല്ല കേട്ടോ, കൊതുക് അങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ പ്രാണികളും പോകും. ഇത് നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പം ഈ അകത്ത് കണ്ടിങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അകത്തുള്ള സംഭവങ്ങളൊന്ന് പതിയെ ഇങ്ങനെ തുറന്ന് എടുത്ത് കളയാം. കണ്ടേ, ഹോളാക്കുന്നുണ്ട. ഇത് ഞാൻ നേരത്തെ ഒരു ടിപ്പ് കാണിച്ചില്ലായിരുന്നു, സവാള എരിയുമ്പോൾ കണ്ണെരിയാതിരിക്കാനുള്ള. ആ സവാള ഫ്രിഡ്ജിൽ വെച്ച സവാള കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹോൾ ഇടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഈച്ച, പ്രാണി, കൊതുക് അങ്ങനെയുള്ള ഒരുപാട് പ്രാണികളുടെ ശല്യം കുറഞ്ഞിട്ടും, പ്രത്യേകിച്ച് കൊതുകിൻ്റെയൊക്കെ നമ്മുടെ അശ്രദ്ധത കൊണ്ട് മാത്രമായി വീടുകളിലെല്ലാം കൂടുതൽ കൊതുകുകൾ വരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ചിരട്ടയൊക്കെ കിടന്ന് വെള്ളം കെട്ടിക്കിടന്ന് ഈ കൊതുക് പെരുകും. ഈ കൊതുക് പെരുകുന്നത് മൂലം തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഡെങ്കിപ്പനി അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് പരിസരം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കി ഡ്രൈ ഡേ ആചരിക്കണം. ഡ്രൈ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടെയ്നറുകൾ ഇങ്ങനെ ഓപ്പണായി കിടക്കത്തില്ലേ, ചിരട്ട, പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ, ഒരു മുട്ടത്തോടായാലും മതി, അതവിടെ കിടന്ന്, ചിലപ്പോൾ മുട്ടത്തോട് നേരെ കിടന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം വീണ് അതിൽ കിടന്ന് കൊതുകുകൾ പെറ്റ് വളരും. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റണം നമ്മൾ. ഇനി നമുക്ക് ഈ ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സവാള ഇതുപോലെ ഇങ്ങനെ അകം ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ ഈ വേപ്പെണ്ണയ്ക്ക്. വേപ്പെണ്ണയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒഴിക്കുന്നത് കർപ്പൂരം, പൊടിച്ച കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക്. കണ്ടേ, സവാളയ്ക്കകത്ത് ഹോളിട്ട് അതിനകത്തേക്ക് കർപ്പൂരം പൊടിച്ചത് കണ്ടേ, എൻ്റെ കയ്യിൽ പൊടിച്ച കർപ്പൂരം. ഈ സവാളയിലേക്ക് നമുക്ക് കണ്ട ഈ എണ്ണ ഒഴിച്ചതിനകത്ത് ഈ തിരി മൊത്തത്തിലൊന്ന് മുക്കിയെടുക്കാം. കണ്ടേ, മുക്കിയെടുത്തിട്ട് ഈ തിരി നമുക്ക് കത്തിച്ച് വയ്ക്കാം. നമ്മുടെ ഈ സവാള ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി. നേരത്തെ ഞാൻ വെച്ചിരുന്ന ഒരു ഫൈബർ പാത്രത്തിലായിരുന്നു. അപ്പോൾ അത് തീ കത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ കത്തിച്ച് കൊടുക്കുക. കണ്ട, ഇതിന് നല്ല മണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഓയിലിൻ്റെ
ഇതിന് നല്ല മണമാണ്. നമ്മുടെ ആ ഒരു കർപ്പൂരത്തിൻ്റെ മണം എല്ലാവർക്കും അറിയാലോ. ഈച്ചയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മണമാണ് കർപ്പൂരത്തിൻ്റെ. അതുപോലെ നമ്മുടെ ആ വേപ്പെണ്ണയുടെയും കൂടെ മണം, പിന്നെ ആ സവാളയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മണമാണ് ഇത്. എന്നിട്ട് നമുക്ക് ഓരോ ഈ കൊതുക് ഈച്ചയൊക്കെ വരുന്ന ഓരോ ഭാഗത്ത് കൊണ്ടുപോയി കുറച്ച് നേരം വയ്ക്കും. ഇപ്പം എല്ലാ ബെഡ്റൂമുകളിലും കൊണ്ടുപോയി കുറച്ച് നേരം വയ്ക്കാം. ഹാളിൽ എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം വെച്ചാൽ മതി. ആ ഒരു മണം ഒക്കെ കാരണം പിന്നെ അവിടേക്ക് ഈച്ചയും കൊതുകൊന്നും വരത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ വേപ്പെണ്ണയും കർപ്പൂരം വെച്ചുള്ള ഈ ടിപ്പ് സവാളയുമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇപ്പോൾ സവാള ഇല്ലെങ്കിൽ പോലും നമുക്ക് വേപ്പെണ്ണയും ഈ കർപ്പൂരം മറ്റൊരു തിരിയിട്ട് നമ്മുടെ ഈ ചിരാതൊക്കെ ഉണ്ടല്ലോ, മൺചിരാതിൽ, അങ്ങനെ വെച്ചിട്ടായാലും നമുക്ക് കത്തിക്കാം. ഏത് രീതിയിലായാലും എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് പറയണേ.